നമസ്കാരം. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ ലോക്സഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും നാളെയുമായി നടക്കുകയാണ്. 26-ാം തീയതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്പീക്കർ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതേസമയം സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് പിന്തുണ തേടിക്കൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കോൺഗ്രസ് ഇതര നേതാക്കളോടെല്ലാം തന്നെ പിന്തുണ തേടാനാണ് നിലവിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്തെന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ദക്ഷിണേന്ത്യയിലെ പ്രമുഖ പാർട്ടിയായ DMKക്ക് നൽകാമെന്നുള്ള ഒരു അറിയിപ്പ് കൂടി നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. DMKക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്നുള്ള മോദിയുടെ വാഗ്ദാനം അത് തീർച്ചയായും ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം, ഈ സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലിക്കൊണ്ട് നിരവധി വിവാദങ്ങൾ ഇതിനോടകം തന്നെ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് മോദിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകുന്നത്. DMKക്ക് ഡെപ്യൂട്ടി സ്പീക്കർ നൽകാമെന്ന് മോദി തന്നെ പറയുന്നത്. ഇതിനു മുൻപ് വളരെ ശക്തമായ ചില അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. DMKയുമായി BJP ചർച്ച നടത്തി എന്നതടക്കമുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം DMKക്ക് ഈ കേന്ദ്ര സർക്കാർ വെച്ചു നീട്ടിയിരിക്കുന്നത്. തീർച്ചയായും ഇത് പ്രതിപക്ഷ സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, മറിച്ച് സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുക, അതിനോടൊപ്പം തന്നെ ഈ സ്പീക്കറെ ചൊല്ലിയുള്ള നിരവധി പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ വിമത സ്വരങ്ങൾ ഇതൊക്കെ ഇല്ലാതാക്കുക എന്നീ ലക്ഷ്യങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട്. നമുക്കറിയാം, അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അടക്കമുള്ള നടപടിക്രമങ്ങളാണ് ഇന്ന് അജണ്ടയിൽ ഉള്ളതെങ്കിൽ പോലും പരീക്ഷാ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരെ ഇന്ത്യ സഖ്യം ഇന്ന് തന്നെ രംഗത്തിറങ്ങുമെന്നുള്ള സൂചനകളുമുണ്ട്. അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഒന്ന് മയപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി മോദിക്കും കൂട്ടർക്കുമുണ്ട്. എന്തായാലും DMKയെ സംബന്ധിച്ച് ഇതൊരു ബമ്പർ ലോട്ടറി തന്നെയാണ്. അവരത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് രാജ്യം. ന്യൂസ് ഡെസ്ക് മലയാളം.